മിഹിർ കേസിൽ ഇന്നലെ രാത്രി മുതൽ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. സോ ആ ഒരു അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു കോണ്ടന്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഫൈൻഡിങ്സിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലേക്കോ എൻ്റെ ഒരു ഊഹാപോഹത്തിലേക്കോ ഞാൻ പോകുന്നില്ല. ഡെഫിനറ്റ്ലി അന്വേഷണവും കാര്യങ്ങളൊക്കെ ഓണാണ്. സോ എല്ലാ ആസ്പെക്ട്സും ഈ ഒരു കേസിലെ ഈച്ച് ആൻഡ് എവറി ഫേസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിലാണ് ഞാനും ഉള്ളത്. ഫൈൻ. സോ 24 ന്യൂസിൽ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്ന ന്യൂസാണ്. മിഹിറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ നടക്കുകയും പോലീസ് അന്വേഷണം തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് മിഹിറിന്റെ പിതാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. തൻ്റെ മകൻ്റെ മരണത്തിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് പിതാവിൻ്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സ്കൂളിൽ നിന്ന് സന്തോഷവാനായിട്ടാണ് കുട്ടി വീട്ടിലെത്തിയതെന്ന് തനിക്ക് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. മരിക്കുന്ന അരമണിക്കൂർ മുൻപ് ആ ഫ്ലാറ്റിൽ എന്ത് നടന്നു, ആ സമയത്ത് ഫ്ലാറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിലാണ് മിഹിറിൻ്റെ പിതാവ് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്നും മിഹിറിൻ്റെ പിതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ മാത്രമാകും മകൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് വ്യക്തമാകുകയുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. മിഹിറിന്റെ ഉപ്പ, ബയോളജിക്കൽ ഫാദർ, ഓക്കെ, അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു സംശയം പറഞ്ഞ് ഈ ഒരു കേസുമായിട്ട് 21 ജനുവരി 21 ഈ വ്യക്തി എന്തിന് കേസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് മിഹിറിന്റെ ഉമ്മ പബ്ലിക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ബാക്കി പ്ലാറ്റ്ഫോമുകളിലും ആ ഒരു റാഗിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പോസ്റ്റ് ചെയ്യുന്നതിനും മുമ്പാണ് 30 തോന്നുന്നു അവരിട്ടത്. ഇഫ് ഐ എം നോട്ട് റോങ് 6 ദിവസം മുമ്പ്. അതെ. അപ്പോ ഈ ഒരു പരാതി ഒന്ന് സ്നേഹം ഒന്ന് വായിക്കൂ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സർ, മെയിൽ അഡ്രസ്സിൽ സ്ഥിരതാമസക്കാരനായി ഞാൻ ഇപ്പോൾ ജോലി സംബന്ധമായി ഖത്തറിലുള്ള ദോഹയിലാണ് താമസം. ഞാൻ വയനാട് കൽപ്പറ്റയിലുള്ള എന്നവരുടെ മകൾ രജനയെ 30/4/2008 തീയതിയിൽ വിവാഹം കഴിക്കുകയും വിവാഹബന്ധത്തിൽ മിഹിർ അഹമ്മദ് എന്ന ആൺകുട്ടി ജനിച്ചതിന് ശേഷം ദാമ്പത്യബന്ധം മോശമായതിനെ തുടർന്ന് 22/11/2010 തീയതിയിൽ ഞങ്ങൾ വിവാഹമോചിതരാവുകയും ശേഷം ഞങ്ങൾ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞ് വെവ്വേറെ വിവാഹം കഴിച്ച് ജീവിച്ചു വരുന്നതുമാകുന്നു. ഞങ്ങളുടെ മകൻ മിഹിർ 15 വയസ്സ് മാതാവായ രജനിയോടും രണ്ടാം അച്ഛനായ സലീമിനോടും ഒപ്പം തൃപ്പൂണിത്തുറയിലുള്ള ചോയ്സ് പാരഡൈസ് എന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ താമസിച്ചു വരികയായിരുന്നു. 15/1/2025 തീയതിയിൽ മിഹിറിന് അപകടം സംഭവിച്ചെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃപ്പൂണിത്തുറയിൽ എത്തിയ എന്നോട് എൻ്റെ മകൻ മേൽ പറഞ്ഞ ചോയ്സ് പാരഡൈസ് എന്ന കെട്ടിടത്തിന്റെ 26ാം നിലയിൽ നിന്നും വൈകിട്ട് 3:30 മണിയോടെ താഴേക്ക് ചാടി ജീവനെ അവസാനിപ്പിച്ചതായി അറിയിക്കുകയും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൽപ്പറ്റ മുട്ടിൽ ജുമാ മസ്ജിദിൽ കൊണ്ടുപോയി കബറടക്കം നടത്തുകയും ഉണ്ടായി. എന്നാൽ എൻ്റെ മകൻ്റെ മരണത്തിൽ ചില ദുരൂഹതകൾ ഉള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു. സ്ഥിരമായി ഫോൺ വിളികളിലൂടെയും കമ്പ്യൂട്ടർ ചാറ്റിങ്ങിലൂടെയും ഞാനുമായി വിനിമയം നടത്താറുള്ള എൻ്റെ മകന് ഏതെങ്കിലും വിധേനയുള്ള പ്രശ്നങ്ങളുള്ളതായി അവൻ എന്നോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം എനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ നാളെ സംസാരിക്കാമെന്നും ടുമാറോ നൈറ്റ് ഷുഡ് ബി ഫ്രീ പ്രോമിസ് എന്ന് പറയുകയും ചെയ്തിരുന്നു. മരണം നടന്ന ദിവസം പോലും വളരെ സന്തോഷവാനായി കൂട്ടുകാരനോടൊപ്പം സ്കൂളിൽ നിന്നും വൈകിട്ട് 3 മണിയോടുകൂടി അപ്പാർട്ട്മെന്റിലെത്തിയ മിഹിർ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് യാതൊരു പ്രകോപനവും ഇല്ലാതെ ജീവൻ അവസാനിപ്പിച്ചെന്ന് പറയുന്ന സംശയത്തിനിടയാക്കുന്നു. മിഹിർ പഠിച്ചിരുന്ന സ്കൂളിൽ സഹപാഠികളെ ചില കശപിശ ഉണ്ടായി എന്നും അത് ചോദ്യം ചെയ്ത മനോവിഷമത്തിൽ ജീവൻ ഒടുക്കി എന്നുമുള്ള കാരണം വിശ്വസിക്കാൻ പ്രയാസമാണ്. മിഹിർ സന്തോഷവാനും മാനസികമായി കരുത്തുള്ള കുട്ടിയുമായിരുന്നു. മിഹിർ സ്കൂളിൽ നിന്നും അപ്പാർട്ട്മെന്റിലെത്തിയതിനു ശേഷവും മരണം നടക്കുന്നതിനും ഇടയിൽ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്നും പ്രസ്തുത സമയം ആരെല്ലാം അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്നും ഒന്നും വ്യക്തമല്ല. ഈ സംഗതികളെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി എൻ്റെ മകന്റെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ വെളിവാക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊണ്ട് എന്റെ സങ്കടത്തിന് ഒരു നിവൃത്തി ഉണ്ടാക്കി തരണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. ഇത് കൊടുത്തിട്ടുള്ളത് 21 ജനുവരി 21 ഈ ഒരു കംപ്ലൈന്റ് പോയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇപ്പോൾ ഓക്കെ കറന്റ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എനിക്കും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എനിക്ക് ഇന്നലെ തന്നെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ദർ ഈസ് സംതിങ് ഗോയിങ് ടു ബ്രേക്ക്, ഒരു ബ്രേക്ക് ന്യൂസ് ആയിട്ട് വരാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ചാറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ മീഡിയ വൺ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് കാണാം. തൃപ്പൂണിത്തുറയിലെ സ്കൂൾ വിദ്യാർത്ഥിയായ മിഹിറിന്റെ ആത്മഹത്യയിലാണ് ഇപ്പോൾ അച്ഛൻ ഇത്തരത്തിൽ ചില ആരോപണങ്ങളുമായി മുമ്പിൽ വരുന്നത്. നേരത്തെ ഇന്നലെ തന്നെ ഈ പിതാവിന്റെ പരാതി, മിഹിറിന്റെ അച്ഛന്റെ പരാതി പോലീസിൽ നൽകിയത് വാർത്തയായിരുന്നു. അപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മിഹിറിന്റെ അച്ഛൻ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ അടക്കം വരുന്നതിന് മുൻപ്, അതായത് ഈ റാഗിംഗ് അടക്കമുള്ള ആരോപണങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം കാര്യത്തിൽ താൻ ദുരൂഹത ആരോപിച്ച് താൻ പോലീസിലൊരു പരാതി നൽകിയിരുന്നു. ജനുവരി 21 ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയത്. അതിന് പിന്നാലെയാണ് മിഹിറിന്റെ മരണത്തിൽ ഇത്തരത്തിൽ റാഗിംഗ് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അമ്മയടക്കം മുൻപോട്ട് വന്നതെന്നാണ് മിഹിറിന്റെ അച്ഛൻ പറയുന്നത്. സ്കൂളിൽ നിന്നും
അപ്പാർട്ട്മെന്റിലെത്തി. അതിനുശേഷം മിഹിർ മരിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ എന്താണ് ആ വീട്ടിൽ നടന്നതെന്ന കാര്യം പോലീസ് കണ്ടുപിടിക്കണം. പ്രത്യേകിച്ച് ഈ മിഹിറിന്റെ രണ്ടാം അച്ഛനായ സലീം ഈ മിഹിറിനെ ഫോണിലടക്കം ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് അവിടെ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കണം. ഒപ്പം തന്നെ മിഹിർ മരിച്ച സമയത്ത് മിഹിറിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ചില സാക്ഷിമൊഴികളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണമെന്നാണ് അച്ഛൻ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ മിഹിറിന്റെ അമ്മയും ബന്ധുക്കളും തന്നോടും തന്റെ ബന്ധുക്കളോടും പറഞ്ഞതിൽ പല വൈരുദ്ധ്യങ്ങളുമുണ്ട്. മിഹിറിന്റെ അവസ്ഥ വീട്ടിൽ വളരെ മോശമായിരുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി മിഹിർ ഒപ്പം ചില സ്ക്രീൻഷോട്ടുകൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. മിഹിറിന്റെ പിതാവ്, അതായത് മിഹിറിന്റെ പിതാവും കഴിഞ്ഞ കുറെ കാലമായി ചാറ്റ് ചെയ്തതിന്റെ ചില സ്ക്രീൻഷോട്ടുകൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഇത്തരത്തിൽ മാതാവ് തന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ബെൽറ്റ് കൊണ്ടടക്കം ഉപദ്രവിക്കുന്നുണ്ടെന്നും താനൊരു പരാജയമാണെന്നും തന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നും അടക്കം തന്നോട് പറയുന്നുവെന്ന് മിഹിർ അച്ഛനോട് പറയുന്നതായി സ്ക്രീൻഷോട്ടിലുണ്ട്. ഏതായാലും ജെംസ് സ്കൂളിൽ നിന്നും മിഹിറിനെ മാറ്റിയത് താല്പര്യമില്ലാതെയാണെന്നും ഈ സ്കൂളുകളിലൊന്നും തന്നെ മിഹിർ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിരുന്നില്ല എന്നും എല്ലാം അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ജെംസ് സ്കൂളിൽ നിന്നും ഇത്തരത്തിൽ മിഹിറിനെ മാറ്റിയത്, അത് തന്നോട് മറച്ചു വെച്ചത് എന്തിനാണ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ഒപ്പം തന്നെ ഈ റാഗിംഗ് എന്നത് ഒരു PR സ്റ്റണ്ട് മാത്രമാണ്, അതിൽ മാത്രമല്ലാതെ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തണമെന്നും ആവശ്യമാണ് ഇപ്പോൾ മിഹിറിന്റെ പിതാവ് മുൻപോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് മിഹിറിന്റെ ഈ ഫാദർ കൊടുത്ത മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവന മീഡിയ ഔട്ട് കുറെ പേജുണ്ടോ? ഓക്കെ, അതൊന്ന് വായിക്കാം. ഞാൻ ഷെഫീഖ് മാടമ്പാട്ട് മിഹിർ അഹമ്മദിന്റെ പിതാവ്. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി മകൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നീറി പുകഞ്ഞു കഴിയുന്നതിനിടയിൽ മാധ്യമങ്ങളോടോ പൊതുസമൂഹത്തോടോ ഞാനൊന്നും പറയാതെ ഇരുന്ന എന്റെ മകന്റെ വേർപാടിന് ഒരു ഇഴുപ്പലക്കലിലേക്ക് പോകാൻ അനുവദിക്കരുതെന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി വന്നുകൊണ്ടിരിക്കുന്ന പബ്ലിക് റിലേഷൻസ് സ്റ്റണ്ട് കാണുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതെന്ന് തോന്നുന്നു. ഇന്നലെ ചില മാധ്യമങ്ങളിൽ വന്ന പോലീസിനുള്ള എന്റെ പരാതി അതിന്റെ തീയതി പരാമർശിക്കാതെയാണ് വന്നത്. ജനുവരി 21 ഇപ്പോഴത്തെ റാഗിംഗ് മാത്രം നെറേറ്റീവ് പ്രബലമാവുന്ന വളരെ മുമ്പ് സമർപ്പിച്ച എന്റെ പരാതിയിലെ പ്രധാന ഭാഗം ഇതായിരുന്നു. മിഹിർ സ്കൂളിൽ നിന്നും അപ്പാർട്ട്മെന്റിൽ എത്തിയതിനു ശേഷവും മരണം നടക്കുന്നതിനിടയിൽ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്നും പ്രസ്തുത സമയം ആരെല്ലാം ആ അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു എന്നും ഒന്നും വ്യക്തമല്ല. ഈ സംഗതികളെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി എന്റെ മകന്റെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊണ്ട് എന്റെ സങ്കടത്തിന് നിവൃത്തി ഉണ്ടാക്കി തരണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. ഇങ്ങനെ പരാതി കൊടുത്തതിന് പല കാരണങ്ങളുണ്ട്. ജെംസ് സ്കൂളിൽ മിഹിറിനുണ്ടായ പ്രശ്നങ്ങളോ അവിടെ നിന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാറിയതോ എന്നെ അറിയിച്ചിരുന്നില്ല. മിഹിറുമായി ബന്ധപ്പെട്ട നിസ്സാര സംഗതികൾ പോലും, ഉദാഹരണം അവന് ഫോൺ വാങ്ങുന്ന കാര്യം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് എന്റെ മകനുമായി ബന്ധപ്പെട്ട ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നോട് മറച്ചു വെച്ചത്? ഒരു ഫോൺ സംഭാഷണത്തിൽ മിഹിർ പറഞ്ഞപ്പോഴാണ് സ്കൂൾ മാറിയെന്ന് ഞാൻ അറിയുന്നത്. അതുതന്നെ അറിയാതെ പറഞ്ഞു പോയതായിരുന്നു. ഇത് എന്നോട് പറയരുതെന്ന് അവനോട് ആരെങ്കിലും നിഷ്കർഷിച്ചിരുന്നോ? മിഹിറിന്റെ മരണശേഷം എന്റെ മുൻ ഭാര്യയുടെ മിഹിറിന്റെ ഉമ്മയുടെ ബന്ധുക്കളിൽ നിന്ന് ഞാനും എന്റെ കുടുംബാംഗങ്ങളും കേട്ട കാര്യങ്ങൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പ്രകടമായിരുന്നു. മിഹിറിന്റെ രണ്ടാം അച്ഛൻ ശ്രീ സലീം അവനെ മരിക്കുന്നതിന് കുറച്ചു മുമ്പ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും അവൻ സംഭാഷണ മധ്യേ ഫോൺ കട്ട് ചെയ്തുവെന്നും പിന്നീട് സലീം മിഹിറിന്റെ ഫോണിലും വീട്ടിലെ വേലക്കാരുടെ ഫോണിലും മറ്റും അവനെ വിളിക്കാൻ നിരന്തരമായി പരിശ്രമിച്ചുവെന്നും അവൻ ഫോൺ എടുക്കാൻ വിസമ്മതിച്ചുവെന്നും പ്രാഥമിക മൊഴിയിൽ വ്യക്തമാണ്. ഫോൺ കട്ട് ചെയ്ത ശേഷം അങ്ങനെ വീണ്ടും അദ്ദേഹം വിളിക്കാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു? ഈ കാര്യം അദ്ദേഹം അപ്പോൾ രചനയെ വിളിച്ചറിയിച്ചിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് വേലക്കാരി രചനയോട് പറഞ്ഞെങ്കിൽ രചന എങ്ങനെയാണ് പ്രതികരിച്ചത്? പറഞ്ഞില്ലെങ്കിൽ അതെന്തുകൊണ്ടാവാം? സലീമും മിഹിറും തമ്മിൽ അവൻ ഫോൺ കട്ട് ചെയ്തത് വരെ എന്താണ് പറഞ്ഞത്? താഴേക്ക് ചാടി മിഹിറിനെ ആദ്യം ഓടിയെത്തി കണ്ടവരിൽ അവന്റെ ഉമ്മ ഉണ്ടായിരുന്നു എന്ന് വിശ്വസനീയ വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നു. അപ്പോൾ അവർ വീട്ടിലുണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ആ സമയത്ത് വീട്ടിലെത്തിയെന്നോ ഇതിൽ നിന്ന് വ്യക്തമാണ്. മിഹിറിന്റെ ഗൃഹാന്തരീക്ഷം കലുഷവും വിഷാദജനകവുമായിരുന്നു എന്ന് അവനും ഞാനുമായുള്ള ചാറ്റുകളിൽ വ്യക്തമാണ്. ആ സ്ക്രീൻഷോട്ടുകളിൽ ചിലതാണ് ഞാനിപ്പോൾ പുറത്തുവിടുന്നത്. കുട്ടി ഇത്രയും വഷളായ ഒരവസ്ഥയിൽ വീട്ടിലും സ്കൂളിലും ഉണ്ടായിട്ട് കുട്ടിക്ക് കൗൺസിലിംഗോ മറ്റോ നൽകാനുള്ള ഒരു ഉദ്യമവും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണത്? മിഹിറിനെ ജെംസ് സ്കൂളിൽ നിന്ന് മാറ്റിയത് അവന്റെ താല്പര്യത്തിനെതിരായി സ്കൂൾ അധികൃതരുടെ അഭ്യർത്ഥനയെ അവഗണിച്ച് വാശിയുടെ പുറത്ത് ചെയ്തതാണെന്ന് സ്പഷ്ടമാണ്. സലീം സ്കൂളിൽ ഒരു കലുഷമായ രംഗം സൃഷ്ടിച്ച ശേഷം TC വാങ്ങുകയാണ് ഉണ്ടായത്. എന്തിനായിരുന്നു അത്? സ്കൂൾ അധികൃതർ പ്രത്യേകിച്ച് വയസ്സ് പിടിച്ചപ്പോൾ കുട്ടിയെ വളരെ മോശമായാണ് കൈകാര്യം ചെയ്തത്. TC വാങ്ങിയ ശേഷമെങ്കിലും അതിനെതിരെ എന്തുകൊണ്ട് പരാതി നൽകിയില്ല? ഇനി പറയാനുള്ളത് റാഗിങ്ങിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ അത് മാത്രമാണ് മിഹിറിന്റെ മരണകാരണം എന്ന PR സ്റ്റഡിനെ കുറിച്ചാണ്. അന്വേഷണം നടക്കുന്ന കാര്യമാണ്. സത്യം പുറത്തു വരട്ടെ. പക്ഷെ കുറെ ചോദ്യങ്ങൾ അലട്ടുന്നുണ്ട്. എന്തുകൊണ്ട് അവന്റെ മരണം വരെ ആരും ഇതറിഞ്ഞില്ല? ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ചയായിട്ട് ഒരാൾ പോലും സാക്ഷിയായോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പോലും ഇതുവരെ രംഗത്ത് വന്നില്ല. രണ്ടാം അച്ഛൻ സലീമിന്റെ ആദ്യ ഭാര്യയിലുള്ള മകൻ മാത്രമാണ് രംഗത്ത് വന്നത്. അവൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ ഇതുവരെ കാത്തിരുന്നത്? നിഷ്ഠുരമായ പീഡനത്തിന് മിഹിർ വിധേയനായിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ആരും അതറിയാതിരുന്നത്? മിഹിർ എല്ലാം തുറന്നു പറയുന്ന അവന്റെ പ്രിയപ്പെട്ട കസിനോട് പോലും ഇതൊന്നും പരാമർശിക്കുക പോലും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? മരിച്ച ദിവസം സലീമിനെ സ്കൂളിൽ വിളിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അവർ തമ്മിൽ ഫോണിൽ മരിക്കുന്നതിന് ഏതാനും നിമിഷം മുമ്പ് സംസാരിച്ചത്. വിളിപ്പിക്കാനിടയ സംഭവത്തിൽ മിഹിറിന് സാക്ഷി എന്നതിലപ്പുറം പങ്കില്ലെന്നാണ് സ്കൂൾ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു വിളിപ്പിച്ചതിന്റെ കാരണം? മിഹിർ പ്രശ്നക്കാരനാണെന്ന മട്ടിൽ സ്കൂൾ ഇറക്കിയ പ്രസ്താവന ഈ സന്ദർഭത്തിൽ പ്രസക്തമാകുന്നു. അവർ തന്നെ പറഞ്ഞതിന് വിരുദ്ധമായി എന്റെ മകനെ കുഴപ്പക്കാരനായി ചിത്രീകരിക്കുന്ന ആ പ്രസ്താവന എന്തിനായിരുന്നു?
ഇക്കാര്യത്തിൽ സ്കൂൾ മാപ്പ് പറയണം. സലീമും സ്കൂൾ അധികൃതരും എന്താണ് സംസാരിച്ചതെന്ന് വിശദമായി പൊതുസമൂഹത്തോട് പറയണം. പോലീസ് അന്വേഷണം ഏറെക്കുറെ ശരിയായ രീതിയിലാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. ഇപ്പോഴത്തെ PRC അതിൽ മാറ്റമുണ്ടാക്കിയെന്നറിയില്ല. എങ്കിലും ഒരു കാര്യം വ്യക്തമല്ല, മിഹിർ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പും മറ്റും പോലീസ് എടുത്തു കൊണ്ടുപോയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അവന്റെ ഫോൺ ഏതാനും മാസമേ ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. ലാപ്ടോപ്പിൽ പ്രധാന വിവരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പോലീസിന്റെ കയ്യിലുള്ള അവന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയോ, ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങളോ മറ്റോ കണ്ടെത്തിയോ, അവന്റെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ച. ചുരുക്കത്തിൽ ദുരൂഹതകൾ ഒരുപാട് അവശേഷിക്കുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ തുടരുന്ന PR കളി. ഈ സാഹചര്യത്തിലാണ് ഞാൻ എന്റെ മകനുമായുള്ള സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടാൻ നിർബന്ധിതനാവുന്നത്. അവന്റെ കൂടെ ഇല്ലാത്ത പിതാവ് എന്ന നിലയ്ക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ വൻ ദുരന്തത്തിന് എനിക്ക് ധാർമ്മികവും വൈകാരികവുമായ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ അവന്റെ ഉമ്മയ്ക്കും. അത് കഴിഞ്ഞ് വരുന്നുള്ളൂ പുറത്തുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ. സമഗ്രമായ സ്വാധീനങ്ങൾക്കും മാധ്യമ ക്യാമ്പയിനുകൾക്കും വഴങ്ങാത്ത സമഗ്രമായ അന്വേഷണമാണ് ആവശ്യം. അത് മാത്രമേ എനിക്ക് ആവശ്യപ്പെടാനുള്ളൂ. ഷെഫീഖ് മാടമ്പാട്ട്. ഓക്കെ, ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഇപ്പോൾ ഇദ്ദേഹം സ്ക്രീൻഷോട്ട് പുറത്തു വിടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ എന്താണെങ്കിലും ഇവിടെ വയ്ക്കാം. ഇതിനകത്ത് 2024 ഇവര് കഴിഞ്ഞ കൊല്ലം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ചോദിക്കുന്നുണ്ട്, പ്ലീസ് ഡിയർ ഈസ് ഉമ്മ ഓക്കെ നൗ, ഡിഡ് ഷീ ഹിറ്റ് യു ബാഡ്ലി, ആർ യു ഓക്കെ ഫിസിക്കലി എന്ന് ചോദിക്കുന്നുണ്ട്. ദെയർ ആർ ഫ്യൂ ബ്രൂസ് മാർക്സ് ദാറ്റ് ആർ ഫെയ്ഡിങ്, ഫൈൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്ലീസ് ടേക്ക് കെയർ, ക്യാൻ ഐ കോൾ യു നൗ എന്നുള്ളത് യുപ്പ ചോദിക്കുന്നു. എഗെയിൻ സലീം ഈസ് ദെയർ എന്ന് ചോദിക്കുന്നുണ്ട്. അത് സ്റ്റെപ്പ് ഫാദറിന്റെ കാര്യം. I think he's coming home, I apologized and everything. She's just done with me now എന്ന് പറയുന്നുണ്ട്. Tell me exactly what happened. No dear, you have both me and her എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫെബിന് എനിക്ക് ഇതാണ് തുടക്കുന്നത്. Hello, there is a problem. It's really bad here. There was something really major. She started hitting me with a belt really hardly. It's completely my fault. She is telling me to live with you. She says she's done with me എന്ന് ഈ കുട്ടി ഉപ്പാക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ചാറ്റ് ഉണ്ട്. ഓക്കെ, ഈ ലെങ്തി ചാറ്റിന്റെ ഇത് എത്രത്തോളം ഇതിൽ സൈഡിൽ പോകുമെന്ന് എനിക്കറിയില്ല. ഇതിലൊക്കെ ചില പോർഷൻസിൽ ടൈം ആൻഡ് ഡേറ്റ് സ്ക്രാച്ച് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കുട്ടിയുടെ മാർക്ക് റിലേറ്റഡ് ആയിട്ട് നല്ല മാർക്കാണ് കിട്ടിയത്. ബട്ട് ഉമ്മ സ്റ്റിൽ നോട്ട് ഹാപ്പി വിത്ത് മീ എന്ന് പറയുന്നുണ്ട്. ഷീ ടോൾഡ് മീ ടു കീപ് ദ ലാപ്ടോപ്പ് അവേ എന്ന് പറയുന്നുണ്ട്. ഉമ്മ കുട്ടികൾ ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് സാധനം തന്നെയാണ്. സോ ഉപ്പ അങ്ങോട്ട് തിരിച്ചു പറയുന്നത്, യു നീഡ് അഡ്വൈസ് ടു ഡിവൈസ് ടു സ്റ്റഡി ആസ് വെൽ, റൈറ്റ്? ടെൽ ഹെർ യു വിൽ ബി ബാലൻസ് സ്റ്റഡീസും ലെഷർ ടൈമും ബാലൻസ് ചെയ്യുന്നുള്ളതിനെ അതൊക്കെ കുറെ വട്ടം ഉമ്മാനോട് പറഞ്ഞു എന്നുള്ളത് ഈ കുട്ടി പറയുന്നുണ്ട്. ഈവൻ വെൻ ഐ എം ട്രൈയിങ് ടു സ്റ്റഡി ആൻഡ് ഫോക്കസ്, ഷീ ജസ്റ്റ് നെവർ എൻകറേജ് മീ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഷീ കോൾസ് മീ എ ഫെയിലിയർ എന്ന് ഈ കുട്ടി പറയുന്നുണ്ട് ഉപ്പാനോട്. ഓക്കെ, ആൻഡ് സ്റ്റഫ്സ് ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഉപ്പയും മകനും കുറെ അധികം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അവനവന്റെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഉപ്പാന്റെ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അവന് ആഗ്രഹം പൈലറ്റ് ആവാനായിരുന്നു. ഓക്കെ, ഉമ്മാക്ക് വേറെയാണ്, മിഹറിന് വേറെ ആയിരുന്നു താല്പര്യം. എനിക്ക് തോന്നുന്നു ഇന്റീരിയർ ഡിസൈനറോ എന്താണ് തോന്നുന്നത്. പിന്നെ മിഹർ അയച്ചൊരു മെയിലിന്റെ ഒരു കോപ്പി ഉണ്ട്. 2021 അതായത് 5ലോ 6ലോ പഠിക്കുമ്പോ. Assalamu alaikum, I want to come to Qatar. It's very stressful and nobody understand me here. You are the only person to understand me. Please reply വരുന്നുണ്ട്. My dearest I'm so happy to hear from you. Don't even have words to express how much I was excited to see your mail. I has been trying to call you after I met with you last time. I will try today as well. Don't worry about anything, dear. We will discuss everything and find a way so that whatever you wish will happen. I can understand everything, dear, and I stand with you for anything. We can convince Kuttu. Don't worry about anything. I can bring you here anytime if you wish to come. Let me know when the passport is ready. Then I will talk to Uppa in Muttil and make it happen, my dear. Can you send me your ID for any application like Google Duo or any similar chat application? ഓക്കെ, അപ്പോൾ ഇതാണ് ആ ചാറ്റ് ഡീറ്റെയിൽസ് മിഹിറിൻ്റെ ബയോളജിക്കൽ ഫാദർ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഡെഫിനറ്റ്ലി ഇപ്പം ഈ ചാറ്റ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞാൻ ഒരു ബ്ലെയിം ഗെയിം പറയുന്നില്ല. ലൈക്ക് ഈ ഉപ്പ എഴുതി വെച്ച കാര്യം, മീഡിയ ഔട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ കാര്യം, ഈ പയ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഗോസ് ടു പാരൻസ്. ഓക്കെ, ഉപ്പാക്കും ഉമ്മാക്കും രണ്ടുപേർക്കും ഉണ്ട്. മനുഷ്യന്മാരുടെ ജീവിതമാണ്. കല്യാണം കഴിയും, കുട്ടി ഉണ്ടാവും, ചിലപ്പോൾ 10 വർഷമായിരിക്കും
ഡിവോഴ്സും കാര്യങ്ങളും സംഭവിക്കുന്നത്. പിന്നെ ലൈഫ് ബിസി ആവും. സോ എവറിഥിങ് ഹാപ്പൻസ്. ബട്ട് അവിടെ ഒരു പോയിന്റ് വരും വേർ നമ്മൾ എല്ലാത്തിനും ഉത്തരം പറയേണ്ട ഒരു പോയിന്റ്. അതായത് നമ്മളെ മക്കൾക്ക് ഇപ്പോൾ ഇതേപോലുള്ളൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഉപ്പി ഉത്തരം പറയണം, ഉമ്മി ഉത്തരം പറയണം. അതും ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ്, കുട്ടി ഈ ഒരു വയസ്സിൽ ചാടി ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിൽ ആ കുട്ടിയെ ഞാൻ സത്യം പറഞ്ഞ മിഹിറിന്റെ ലൈഫ് ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കുന്ന കുട്ടിയുടെ അന്ന് കേട്ടപ്പോ ഭയങ്കര വിഷമായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്കിന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചിരുന്നത് മിഹിറിന്റെ ലൈഫിൽ ഈ ഒരു എന്താ പറയാ റാഗിങ് റിലേറ്റഡ്. ഞാൻ ആദ്യം റാഗിങ്ങിന്റെ റാഗിങ്ങിന് എന്തൊരു ക്രൂരന്മാരാണ്. ഞാൻ തന്നെ കണ്ടില്ല, ഞാൻ ഫോൺ എടുത്ത് ഒരു സൈഡിൽ പോയിരുന്നിട്ട് ഞാൻ ഇങ്ങനെ യൂറോപ്യൻ സ്കൂൾ കൾച്ചർ ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ എനിക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ വാട്ട് ഹാപ്പൻ ടു ദിസ് ബോയ് എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചില കേസുകൾ ഇപ്പൊ ബാലഭാസ്കർ കേസ് പോലെ തന്നെ ആയിപ്പോ എനിക്ക് മിഹിറിന്റെ കേസും സീരിയസ്ലി മാൻ. ബിക്കോസ് ഞാൻ സംസാരിക്കുമ്പോൾ ആളുകളോടും അല്ലെങ്കിൽ ഞാൻ മേജർലി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ റെഡിറ്റിൽ നോക്കും, എനിക്ക് വേറെ ഏതെങ്കിലും സോഴ്സ് നിന്ന് ആരാണ് ഈ കുട്ടിയെ റാഗ് ചെയ്തത് എന്നുള്ളത് നമ്മളിങ്ങനെ ഒരു 3-4 പ്രൊഫൈൽസ് നമുക്ക് കിട്ടുന്നു. എനിക്ക് തോന്നുന്നു ഈച്ച് ആൻഡ് എവ്രി വൺ ഈ ഒരു ന്യൂസ് കേട്ട് ഇതിന്റെ കോണ്ടന്റ് അപ്ഡേറ്റ് എടുക്കുന്ന ഓരോ വ്യക്തികളും മേ ബി അവരുടെ ഒരു എഫേർട്ട് കാണും ഇതിന്റെ ബാക്കിൽ ആരാണ് ഈ കുട്ടിയെ ഇത്രയും മോശമായി റാഗ് ചെയ്തത്, സ്കൂളിൽ എന്ത് സംഭവിച്ചു, പ്രിൻസിപ്പാൾ വൈസ് പ്രിൻസിപ്പാൾ എന്ത് ചെയ്തു. ആൾക്കാർ ഞാൻ വിചാരിച്ചു നമ്മളെ മക്കളൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ അവർക്കുള്ള പണി നമ്മൾ കൊടുക്കും, അങ്ങനെ ഉണ്ടാവുള്ളൂ. സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താ പറയുക, ഞാൻ അതിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിരുന്നു. ഇതിപ്പോ ഒരു വേറൊരു ഡിഫറെന്റ് ആംഗിൾ ഇതിലേക്ക് ഓപ്പൺ അപ്പ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കിംഗ് ആണ്, ഭയങ്കര ഷോക്കിംഗും ആണ്. അതേസമയം ഇപ്പൊ നമ്മള് രണ്ടാമത്തെ വേറെ സൈഡിലെ സ്റ്റോറി കേട്ടു. അല്ല അത് സ്റ്റോറി അല്ല, ദിസ് ഈസ് ദ റിയാലിറ്റി. റിയാലിറ്റി ഇൻ ദ സെൻസ് ഞാൻ ആലോചിക്കുന്നത് ഈ ചെറിയ പ്രായത്തിൽ ഒരു പ്രഷർ കുക്കറിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രഷറാണ് ഒരു കുട്ടിക്ക് അല്ലേ. ഒരു സൈഡിൽ സ്കൂള്, അവിടുത്തെ ബുള്ളിങ്ങും കാര്യങ്ങളും വിഷയങ്ങളും, വീട്ടിലെത്തുമ്പോഴത്തേക്ക് ദർ ഇസ് അനദർ സൈഡ്. മേ ബി 18 വയസ്സായാൽ മാത്രമേ എനിക്ക് തോന്നുന്നു ബയോളജിക്കൽ ഫാദറിന് ടെക്നിക്കലി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മദർ സൈഡിലേക്ക് ആയിരിക്കണം മേ ബി ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. വാട്ട് എവർ മാൻ, മിഹിറിന്റെ ലൈഫ് ഭയങ്കര ഞാൻ ഈ സംഭവം കേട്ടപ്പോൾ ശരിക്കും ചെറിയോ ആ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും കാണിച്ചത് നമ്മളെ കുട്ടീനെ എടുത്താൽ ഞങ്ങൾ അയാളുടെ പണി അന്ന് തന്നെ തെറിപ്പിക്കാൻ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ആസ്പെക്ടിൽ ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നത് എന്താ പറയാ സ്നേഹ, വെറും സ്കൂൾ എന്നതിനുപരി അല്ല ഞാൻ പറയാ നമ്മൾ ആദ്യം കേട്ടത് ആ കഥയാണ്, ആ സംഭവമാണ്. പിന്നെ കേട്ടതാണ് ഈ സംഭവം ഇപ്പൊ കേട്ടതാണ്. ഇടയ്ക്ക് എവിടേക്കോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ ആരൊക്കെയോ കമന്റ് ബോക്സിൽ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് അറിയില്ല, ഞാനതൊക്കെ ഇഗ്നോർ ചെയ്ത് വിട്ടു. കാരണം നമുക്കതൊന്നും ചില ആസ്പെക്ട്സ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. ബട്ട് ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എടുക്കാം. മേ ബി ലൈക് ചെറിയ കുട്ടിയാണ്, ഓക്കെ, ഈ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ പാരന്റ് സെപ്പറേറ്റഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോ ഒരു എക്സ്ട്രാ കെയറിന്റെ ആവശ്യം വരുന്നുണ്ടാവും. ചിലപ്പോ അമ്മയാണെങ്കിലും ചിലപ്പോൾ അവനത് മതിയാവില്ലായിരിക്കും. അതുകൊണ്ട് ഉപ്പാനോട് പോയി സംസാരിക്കുന്നതായിരിക്കണം. കുട്ടികൾ വളർന്നു വരുന്ന പ്രായത്തിൽ ചിലപ്പോ പ്രത്യേകിച്ച് എസ്പെഷ്യലി ആൺകുട്ടികൾക്ക് ബയോളജിക്കൽ ഫാദറിനോട് എപ്പോഴും ഒരു ഹീറോയിക്ക് ഇമേജ് ആയിരിക്കും. സ്റ്റെപ്പ് ഫാദേഴ്സിന് അങ്ങനെ അങ്ങോട്ട് അക്സെപ്റ്റ് ആവണമെന്നില്ല. there are a different level of emotions ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിലുള്ളത്. ഡെഫിനറ്റ്ലി ഒരു കാര്യമേ പറയുള്ളൂ, അന്വേഷണ ഉദ്യോഗസ്ഥർ ആരാണെങ്കിലും അന്വേഷിക്കുന്നവർ പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ റൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ഈ കാര്യത്തിൽ. ബിക്കോസ് അങ്ങനെ ഒരു ജീവൻ പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ജീവൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അതിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് സൊസൈറ്റി അറിയണം. കാരണം തോന്നുന്നില്ല കറക്റ്റ് ആയിട്ട് വരുന്നു. അല്ല വേണം, കാരണം എന്താ അല്ല വരുന്ന എനിക്ക് തോന്നണില്ല. കാരണം ഇത്രയും കാലത്ത് അങ്ങനെ പറയാൻ പറ്റില്ല സ്നേഹ. കാരണം ഐ സ്റ്റിൽ ഹാവ് ഹോപ്പ്. ഞാൻ പറഞ്ഞല്ലോ ചില പോലീസുകാർ അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ അത്രയും ദിവസം കൊണ്ട് ചെയ്യേണ്ട സംഭവം ഇപ്പൊ എത്ര ദിവസമായി 15-ാം തീയതി മരിച്ചിട്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റാതെ എന്താ? ഒരാളെ പോലെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരാളെ പോലും ചെയ്യാൻ പറ്റിയില്ല. ഒരാളെ പോലെ അന്വേഷിക്കുന്നത് ഈ 15 ദിവസം കൊണ്ട് എന്ത് ഈ ബാക്കി എല്ലാ കാര്യത്തിനും എല്ലാം പുറത്തു വിടണമെന്ന് പറയാൻ പറ്റില്ലല്ലോ.
പോലീസുകാരെല്ലാം അന്വേഷിച്ച് പുറത്തു വിടുന്ന നമുക്ക് പറയാൻ പറ്റും? ഇല്ല, അന്വേഷിച്ച ഒരാളെങ്കിലും പിടിക്കാനോ അല്ലെങ്കിൽ എന്താ പ്രിൻസിപ്പാളെ ചോദ്യം ചെയ്തു, വൈസ് പ്രിൻസിപ്പാളെ ചോദ്യം ചെയ്തു, എന്നാ വേണ്ട പാരന്റ്സിനെ ചോദ്യം ചെയ്യണ്ട. അതൊന്നും ചെയ്യണില്ല. ഇപ്പൊ ഈ പറഞ്ഞ സംഗതികൾ ചിലപ്പോ റെലവെന്റ് ആയിട്ട് തോന്നാം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, PR, പബ്ലിക് റിലേഷൻ, PR മാൻ. ഈ നമ്മൾ ദ എൻറ്റയർ വേൾഡ് റൺസ് ഇൻ PR നൗ കംപ്ലീറ്റ്. നിങ്ങൾ ഈ കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നതോ നമ്മളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആണ് ഈ PR സാധനത്തിൽ. നിങ്ങളൊക്കെ, ഞാൻ ആദ്യം പറയുമ്പോൾ എന്നെ വെറും ഭ്രാന്തനും പൊട്ടൻ്റെ ജൽപ്പനമായിട്ട് നിങ്ങൾക്ക് തോന്നിക്കാണും. നൗ എ ഫാദർ കംസ് ഇൻ. ആ ഫാദർ പറയുന്നു, കുട്ടിയായിട്ട് മരണപ്പെട്ട് നടന്ന കാര്യങ്ങളിൽ PR ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ക്യാമ്പയിനുകളിൽ PR ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നൊരു ഉപ്പാക്ക് സംശയം വരുന്ന രീതിയിൽ, ഒരു കുട്ടി മരിച്ച കാര്യത്തിൽ ഒരു PR ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചൊരു ഉപ്പ ഡൗട്ട്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ തിങ്ക് ഇറ്റ്സ് എബോവ് യുവർ ഇമാജിനേഷൻ. നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇവിടുത്തെ PR വർക്കുകളും PR ഡൂയിങ്സും. ആ സംഭവം പോസ്റ്റ് വന്നതിന് ശേഷം റാഗിങ് എന്നുള്ള സംഭവം പുറത്തേക്ക് വന്നു. ഇപ്പൊ എല്ലാവരും തല്ലിയ റാഗിങ്ങിന്റെ സംഭവമാണ്. ആ റാഗിങ് ആണ് അവർ യൂസ് ചെയ്ത് PR നടന്നിട്ടില്ല അല്ലെങ്കിൽ അത് പറയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ക്യൂരിയസ് ആവുന്ന കുറച്ച് കാര്യമുണ്ട്. അല്ല, ഈ റാഗിങ് നടന്ന ആളാണ് ഇത്ര ഹാപ്പി ആയിട്ട് നടക്കുമെന്നും ഞാൻ ആലോചിക്കുന്നത്. അത് കുട്ടികളാണ്. ചില സ്റ്റേജിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു CCTV ക്യാമറയുടെ മുന്നിൽ കൂടി ഒരാൾ പോകുമ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ ഫേസ്, ചിലപ്പോൾ ആ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഒപ്പമുള്ള ഒരു കുട്ടി ഒരു ജോക്ക് അടിച്ചാലടക്കം എന്താണ് ചിലപ്പോൾ മാറാം. പക്ഷെ ഇവിടെ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, ഇതിൽ പോലീസുകാർ കൃത്യമായി അന്വേഷിക്കേണ്ട കാര്യം, 15-ാം തീയതി മെഹിറിന്റെ സ്റ്റെപ്പ് ഫാദറിനെ എങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്? സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു ഇഷ്യൂവിന്റെ മുകളിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് 4 പേരോട് പാരന്റ്സിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ബുള്ളിങ് റിലേറ്റഡ് സംതിങ്. സാക്ഷിയായിരുന്നു മിഹിർ എന്നുള്ളതാണ് ഇപ്പോൾ ഉപ്പാൻ്റെ നിന്ന് മനസ്സിലായത്. സോ ഡെഫിനറ്റ്ലി സ്റ്റെപ്പ് ഫാദർ അവിടെ പോയിട്ടുണ്ട്, സ്കൂളിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഉപ്പ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. വീട്ടിലെത്തിയ സമയത്ത് ഉപ്പ വിളിച്ചു എന്ന് പറയുന്നു, ഉമ്മ ഇഗ്നോർ ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ, കുറെ വട്ടം വിളിച്ചു, അതിൻ്റെ ഇടയ്ക്ക് കട്ടാക്കി. പിന്നെ കുറെ വട്ടം ട്രൈ ചെയ്തു. വീട്ടിലുള്ള ആളെ മെയ്ഡിനാണെങ്കിലും മാറി മാറി വിളിച്ചിട്ടും എടുത്തില്ല എന്ന് പറഞ്ഞു. ശരിക്ക് ഈ കുട്ടിയുടെ ലാപ്ടോപ്പ്, ഫോണ്, അതിൻ്റെ CDR റെക്കോർഡ്സ്, കാരണം ഇങ്ങനെ ഉപ്പാനോട് ചാറ്റ് ചെയ്യുന്ന മിഹിർ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, ചിലപ്പോൾ നോട്ട്സ് കീപ്പ് ചെയ്യാം. കാരണം പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചിലപ്പോൾ നോട്ടോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. എനിക്ക് എന്താണെങ്കിലും ഒരു കാര്യമുള്ളൂ, എനിക്ക് ഈ പയ്യൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാതിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ മനസ്സിനകത്ത് മിഹിർ എപ്പോഴും ഒരു എനിക്ക് സത്യം എനിക്ക് അന്ന് കേട്ടപ്പോ തന്നെ എനിക്കറിയാം, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, വേദനയായിട്ട് കിടക്കും, ഭയങ്കര സങ്കടം, ഭയങ്കര ദേഷ്യം വന്നു. കാരണം എനിക്ക് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ആ സമയത്ത് മറ്റേ സ്റ്റോറി കേട്ട്, സ്കൂളിലെ സ്റ്റോറി, ആ ചെറിയ കുട്ടികള് ഒപ്പം പഠിച്ചവരോ അല്ലെങ്കിൽ സഹപാഠികൾ ഇമാതിരി ക്രൂരത ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴും ആ ആംഗിൾ മാറ്റുന്നില്ല. ഇല്ല, ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ എനിക്ക് അതിലൊരു ഡൗട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. സഡൻലി എ ഗ്രൂപ്പ് കംസ്, എ ഗ്രൂപ്പ് ഗോസ്. ഒരു ഗ്രൂപ്പ് വരുന്നു, അതിൽ ചർച്ച നടക്കുന്നു, ഈ ബുള്ളിങ്ങിനെ കുറിച്ചുള്ള കുറെ ആൾക്കാർ പറയുന്നു, പിന്നെ ഈ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജ് തന്നെ ഇനാക്റ്റീവ് ആവുന്നു. അതിനകത്ത് ആണ് എന്ത് വരുന്നത്, ഡിസ്കഷൻ നടക്കുന്നത്. അതിനകത്താണ് കുറെ ലീഡ്സ് വരുന്നത്. ഈവൻ റെഡിറ്റിലാണെന്നുണ്ടെങ്കിലും ഇതേപോലുള്ള കാര്യങ്ങൾ വന്നത് ആ ഒരു ടൈമിൽ വന്നു. ദെൻ വാനിഷ്. മനസ്സിലായി എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, ഇപ്പോൾ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വന്നത് ആ ഒരു സ്കൂളിൽ അങ്ങനെ റാഗിങ് പോകുമ്പോൾ നടന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അറിയില്ല, നമ്മളെന്തായാലും നമ്മുടെ മക്കളെ എന്തായാലും സ്ട്രോങ് ആക്കിയിട്ട് തന്നെ വളർത്തുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. നല്ല അടിപൊളിയായിട്ട് മക്കളെ നമ്മൾ സ്ട്രോങ് ആക്കണേക്കാൾ കൂടുതൽ നമ്മൾ വളരെ സ്ട്രോങ് ആവും. നമ്മളെ സ്ട്രോങ് ആയിട്ട് നമ്മളെ മക്കളെ നമ്മുടെ മക്കൾ നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് പറയാം. നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ഇപ്പോൾ എനിക്കുള്ള ധൈര്യം, ഇപ്പോൾ എന്നെ പല കാര്യങ്ങളും സ്നേഹ തമാശക്ക് കളിയാക്കാറുണ്ട് ഇല്ലേ. അതായത് എന്ത് വേണമെങ്കിലും സൈഡ് അമ്മ വരും, കച്ചറയാക്കും. ലൈക്ക് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരും അങ്ങനെ ആയിരുന്നു. അതായത് നല്ല സപ്പോർട്ടായിരുന്നു, സ്റ്റാൻഡ് ഫോർ മീ എന്നുള്ള ഒരു കാര്യം. കാരണം സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചാലും എൻ്റെ അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് സ്കൂളിൽ വന്നത് ചെയ്യാം. എന്നോനെ കാശ് കൊടുത്തലോട് വീണേ കുഴപ്പമൊന്നുമില്ല, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ അമ്മയ്ക്ക്. എനിക്കുള്ളൊരു എനിക്കുള്ളൊരു ധൈര്യം എന്താന്ന് വെച്ചാൽ
എന്ത് വന്നാലും ഇപ്പൊ എന്റെ അച്ഛൻ അബ്രോഡാണ്. അച്ഛനാണെങ്കിലും കേട്ടോ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. അത് തെറ്റായ രീതിയിലല്ല, എന്ത് ചെയ്താലും നീ പഠിക്കണ്ട ഞാൻ എന്നുള്ള രീതിയിൽ അതായത് നാട്ടുകാരുടെ മുന്നിലും പുറത്തെ ആളുകളുടെ മുന്നിലും ദേ ആർ ദേർ ഫോർ മീ. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും ഇവിടെ എന്തിനാണ് ഇത് ചെയ്തെന്നുള്ളത് അമ്മ ചോദിക്കുമായിരുന്നു. അച്ഛനാണെങ്കിലും അന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളെ കുട്ടികൾക്ക് ഒറ്റയ്ക്കായി ലോസ്റ്റായി എന്നുള്ളത്, എസ്പെഷ്യലി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പാരൻസ്, ദേ ഷുഡ് മേക്ക് ഷുവർ കുട്ടികൾ നല്ലൊരു മൈൻഡ് ഫ്രെയിമിലാണ്, നല്ല മൈൻഡ് സെറ്റിലാണ്, കുട്ടികൾ നല്ല രീതിയിലാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അവരുടെ പീസ് ഓഫ് മൈൻഡ് കറക്റ്റാണ്. അവരുടെ നമ്മളെന്നും അവരുടെ കൂടെ ഉണ്ടെന്ന് അവർക്ക് തോന്നണം. അതാണ് വേണ്ടത്, എന്ത് പ്രശ്നം വന്നാലും. അതാണ് മെയിൻ സാധനം. എവിടെ നീ കുറെ നീട്ടി പോകണ്ട. പോലീസുകാരല്ലേ, ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളും നടക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ചെയ്യും. ഓക്കെ, ഏത് ആംഗിൾ ആണെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് എത്തിക്കും. ഇപ്പം നിങ്ങളെ പോലെ തന്നെയാണ് എനിക്കും. പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സങ്കടം വരുന്നുണ്ട്. കാരണം ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ ആഫ്റ്റർ ബിഗ് ബോസ് ഇമോഷണൽ സൈഡ് ലേശം പ്രശ്നമായിട്ടുണ്ട്. അത് പണ്ടൊന്നും എനിക്ക് ഈ വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ മിഹിറിൻ്റെ ജീവിതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പയ്യനോട് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇത്രയും ചെറിയ വയസ്സിലെ നമ്മളൊക്കെ ഭയങ്കര ലക്കിയാണ്. ഞാനൊക്കെ ഭയങ്കര ലക്കിയാണ്. ഭയങ്കര ലക്കി എന്ന് പറഞ്ഞാൽ പോരാ, കൂടുതൽ ലക്കിയാണ് ഞാനൊക്കെ. നല്ല സീ അല്ലേ.